ഹലോ, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഇന്ന് ഐക്കൺസ് ഓഫ് ഇന്ത്യയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് കോഴിക്കോട് നിന്ന് 15 വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിലെ ജുബൈലിലെത്തി നിദാൽ ഗ്രൂപ്പിന്റെ ഗ്ലോബൽ സോഴ്സസിന്റെ സ്വന്തം ആഷിഖ് സാറാണ്. സർ, ഐക്കൺസ് ഓഫ് ഇന്ത്യയിലേക്ക് സ്വാഗതം. നമസ്കാരം, സ്വാഗതം. സാറിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഞങ്ങളുടെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. നിദാൽ ഗ്രൂപ്പ് ഗ്ലോബൽ സോഴ്സ് എന്താണ്? അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ഗ്ലോബൽ സോഴ്സ് ജനറലി നമുക്ക് പറയുകയാണെങ്കിൽ അതൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ബേസിക്കലി അത് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ നടത്തുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. 100% സൗദി കമ്പനിയാണ്. പക്ഷേ മാനേജിങ് ചെയ്യുന്നത് മുഴുവൻ മലയാളികളാണ്. അതിൽ നമുക്ക് തീർച്ചയായിട്ടും വളരെ അഭിമാനമുണ്ട്. എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒരു സംഭവമാണ് അല്ലേ? എല്ലാ കാര്യങ്ങളും മലയാളികളാണ്. കമ്പനിയുടെ ഹെഡ് എന്ന നിലയ്ക്ക് വളരെയധികം അഭിമാനം കൊള്ളുകയാണ്. പ്രത്യേകിച്ച് മൊത്തം മലയാളികളാണ് നമ്മൾ. ഞങ്ങളും അതിൽ അഭിമാനം കൊള്ളുന്നു. കാരണം സാറിനെ പോലെ ഒരു മലയാളി ഇവിടെ വന്നിട്ട് ഈ ഒരു പൊസിഷനിലെത്തിയതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷം. തീർച്ചയായും അതിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ മലയാളികളും അതുപോലെ മറ്റുള്ള രാജ്യക്കാരും എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ഈ വേളയിൽ നമുക്ക് 1200ഓളം ആളുകൾ ഇപ്പോൾ നമ്മുടെ കമ്പനികളിലുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷം 90% നമ്മുടെ ഇന്ത്യക്കാരാണ്. അതിൽ തന്നെ മാനേജ്മെന്റ് സ്റ്റാഫ് മുഴുവൻ മലയാളികളും. അപ്പൊ ചുരുക്കി പറഞ്ഞ മലയാളികളാണ് നിയന്ത്രിക്കുന്നതെന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും മുഴുവൻ മലയാളികളാണ് നിയന്ത്രിക്കുന്നത്. അതിൽ നമുക്ക് എല്ലാ മലയാളികൾക്കും നമുക്ക് അഭിമാനം കൊള്ളാവുന്നതാണ്. ഇനിയും നമ്മുടെ 2026-27 ആകുമ്പോഴേക്ക് നമ്മുടെ കമ്പനിയിൽ ഏകദേശം 2000-2500 ആളുകളെ ആക്കണം എന്നുള്ള ഒരു വിഷനിലാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ ബേസിക്കലി സാബിക്കിന്റെ ആറാംകയുടെയും കൺസ്ട്രക്ഷൻ പ്രോജക്റ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാർ എത്ര വർഷമായി ഈ കമ്പനിയിൽ? നമ്മൾ ഗ്ലോബൽ സോഴ്സിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് 14 വർഷം കഴിഞ്ഞു. അപ്പോൾ 15 വർഷം സാർ ഇവിടെ സൗദിയിൽ വന്നിട്ടുണ്ട്. സൗദിയിൽ ഒരു വർഷം ഞാൻ വേറെ കമ്പനിയിലായിരുന്നു. അതേത് കമ്പനിയായിരുന്നു? AFI എന്ന് പറഞ്ഞൊരു കമ്പനിയിലായിരുന്നു ദമാമിൽ. അവിടെ ഒരു പ്രോജക്ട് എന്തായിരുന്നു? അവര് ട്രേഡിംഗ് കമ്പനിയായിരുന്നു. അതിന്റെ മുന്നേ 2 വർഷം 1.5 വർഷം ഞാൻ ഗൾഫാർ എഞ്ചിനീയറിംഗിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ദമാമിലേക്ക് വന്ന് പിന്നാണ് ഈ കമ്പനിയിലേക്ക് ചെയ്തത്. ഇവിടെ തന്നെ ഞാനൊരു ക്വാളിറ്റി QHSE മാനേജറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. 2020-21 കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കോവിഡ് ലോകത്തൊട്ടൊക്കെ വ്യാപിച്ചതുപോലെ തന്നെ സൗദി അറേബ്യയിലും വ്യാപിച്ചു. നമ്മുടെ കമ്പനികൾക്കും ബാധിച്ചു. പക്ഷെ നമ്മൾ ഒരു എംപ്ലോയിയുടെ പോലും സാലറി ഡിഡക്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. നമ്മുടെ നിദാല് അത് വളരെ ഭംഗിയായിട്ട് ഡീൽ ചെയ്തു എന്ന് പറയാം. എല്ലാവർക്കും കൃത്യസമയത്തിന് ശമ്പളം കൊടുക്കുകയും നമുക്ക് സാമ്പത്തികപരമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. പ്രത്യേകിച്ച് പ്രൊജക്റ്റുകളൊന്നുമില്ല. 1 വർഷത്തോളം നമ്മൾ ഫ്രീ ആയിട്ട് എംപ്ലോയീസിന് സാലറി കൊടുക്കാന്ന് അത്ര വലിയ ഒരു ചെറിയ കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഫൈനാൻഷ്യൽ ട്രബിൾ ആയിരുന്നു. പക്ഷെ ദൈവസഹായം എന്ന് പറയാം, 2021 ലാസ്റ്റ് 22 കഴിഞ്ഞു. വളരെ ഭംഗിയായി പോയി. 23 അതിലും ഭംഗിയായി. ഇനി അങ്ങോട്ട് ഞങ്ങൾ വളരെ മുന്നോട്ട് പോകാനുള്ള വളരെ വ്യക്തമായ ദിശയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ പല ഡിവിഷൻസും സെപ്പറേറ്റ് തുടങ്ങാനുള്ള പ്ലാനുകളാണ്. അതിനുള്ള പുതിയ മാനേജീരിയൽ സ്റ്റാഫിനെല്ലാം റിക്രൂട്ട്മെന്റ് നടന്നു കൊടുക്കുന്ന സമയമാണ്. നമ്മൾ വീണ്ടും നമ്മുടെ ജനിച്ച നാട്ടിലേക്ക് പോവാണ്. ജനിച്ച നാട്ടിനെ കുറിച്ച് എന്താണ്? എവിടെയാണ്? കോഴിക്കോട് പ്രോപ്പറായിട്ട്? കോഴിക്കോട് ഞാൻ ജനിച്ച് വളർന്നത് കോഴിക്കോട്, ഹാർട്ട് ഓഫ് കോഴിക്കോട് എന്ന് പറയാം, പാളയമാണ്. കോഴിക്കോട് സിറ്റിയിലുള്ള തന്നെ. തിരുവനന്തപുരത്തുണ്ട് ഒരു പാളയം. കോഴിക്കോട് പാളയത്തിന്റെ ബാക്കിൽ കോട്ടപ്പറമ്പ് എന്ന് പറയുന്നത് കോട്ടപ്പറമ്പ്. വാപ്പയുടെ പേര് മൊയ്തീൻ കോയ. ഒരു 5 വർഷം ഗൾഫിലുണ്ടായിരുന്നു. സൗദിയിലും കുവൈത്തിലുണ്ടായിരുന്നു. അതിന് മുന്നേ ഫുൾ ടൈം നാട്ടിൽ തന്നെ ആയിരുന്നു. നാട്ടിൽ തന്നെ JDT ഇസ്ലാമിന്റെ ഓവർസിയർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഉമ്മയും കോഴിക്കോട് പാളയത്തുള്ള അവിടെ തന്നെയാണ് ജനിച്ചു വളർന്നത്. ഉമ്മയുടെ പേര് സുബൈദ. അതാണ് നമ്മുടെ ഒരു ഫാമിലി പറയാം. ഞങ്ങളൊരു കൂട്ടുകുടുംബമായിട്ടായിരുന്നു താമസിച്ചത് സത്യം പറയാം കോഴിക്കോട് പാളയത്ത്. എന്റെ ഫാദറിന്റെ അമ്മാവനും അവരുടെ മക്കളും അതൊരു വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. ഇന്നത്തെ കാലത്ത് കിട്ടാത്തൊരു വല്ലാത്തൊരു അനുഭൂതിയാണ് നമുക്ക്. ആ സമയത്ത് 28 വർഷം സത്യം പറയുകയാണെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും
സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തം എന്ന് പറയാം. ഇന്നത്തെ തലമുറക്ക് അതൊരു വളരെ മിസ്സിംഗ് ആണ് ശരിക്കും. മനസ്സിലാകത്തില്ല. ഇത്രയും ആളുകളൊക്കെ കൂടി ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിക്കും. അതൊരു നഷ്ടമാണ് സത്യം പറയാം. തറവാടിന്റെ പേരുണ്ടാവുമല്ലോ, കറപ്പൻ വീട് എന്നാണ് എന്റെ തറവാട്ട് പേര്. എന്റെ ഗ്രാൻഡ് ഫാദർ പേര് ഏനു എന്നാണ്. ശരി, ഏനു. ഇപ്പോൾ ആളുകൾക്ക് അത്ര പറഞ്ഞാൽ മനസ്സിലാവില്ല. ഏനു എന്നാണ്. ഏനുവിന്റെ വീട് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാൻ പറ്റും. പുള്ളിയെ കുറിച്ച് ചെറിയൊരു പ്രമാണിയായിരുന്നു എന്ന് പറയാം. അപ്പം നമുക്ക് ഇനി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നമ്മുടെ സ്വന്തം ഞാനും എന്റെ ഒരു സിസ്റ്ററും മാത്രമേ ഉള്ളൂ. സിസ്റ്ററിന്റെ പേരെന്താണ്? സിസ്റ്ററുടെ പേര് അഷീക്ക എന്നാണ്. അഷിക്ക. പുള്ളിക്കാരത്തി കുവൈത്തിലാണ്. പുള്ളിക്കാരത്തി കഴിഞ്ഞു. പുള്ളിക്കാരത്തി ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് അവിടെ സെയിൽസ്മാൻ ആണ്. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ സെയിൽസ്മാൻ ആയിട്ട് വർക്ക് ചെയ്യും. അപ്പൊ ജനിച്ചു വളർന്ന ഒരു കൂട്ടുകുടുംബത്തിലാണ്. 10-20ഓളം ആളുകളുടെ കൂടെയാണ് സന്തോഷകരമായിട്ടാണ് സാർ വളർന്നു വന്നത്. അതുപോലെ ഉപ്പയുടെ 2 അനുജന്മാര്, അബ്ദുൽ കരീം, അബ്ദുൽ സലാം. പിന്നെ ഉപ്പയുടെ ഒരു ജ്യേഷ്ഠനുണ്ട്, ഹസൻ കോയ, മരിച്ചുപോയി. ഒരു അളിയനുണ്ടായിരുന്നു, മൊയ്തീൻ കോയ, പുള്ളി മരിച്ചുപോയി. ഉപ്പയുടെ സഹോദരി ജമീല. ഇവരുടെ എല്ലാവരുടെയും ഗൈഡൻസ് എൻ്റെ ജീവിതത്തിൽ വല്ലാത്ത ഒരു മാറ്റത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. പിന്നെ അതിനെല്ലാം പുറമെ എൻ്റെ ഉമ്മയുടെ കഷ്ടപ്പാട്, അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, അത് പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല. അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം കൊണ്ടാണ് ഈ ലെവലിൽ എത്തിയത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ കരുതുന്നത്. അപ്പൊ വളർച്ചയിൽ നമ്മൾ പഠിക്കാനൊക്കെ പോയിട്ടുണ്ടല്ലോ. അപ്പൊ ഏത് സ്കൂളിലായിരുന്നു സ്റ്റാർട്ടിങ്? ഞാൻ അവിടെ നമ്മുടെ ഗവൺമെന്റ് ബൈരായിക്കുളം സ്കൂൾ എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ് LP സ്കൂളിലായിരുന്നു ഫസ്റ്റ്. അന്ന് LP, UP, ഹൈസ്കൂൾ എന്ന് പറഞ്ഞ 3 LKG മുതൽ ഹൈസ്കൂൾ വരെയുള്ള ഒരു സാഹചര്യം വളരെ കുറവാണല്ലോ. LP, UP, ഹൈസ്കൂൾ. അപ്പം LP സ്കൂൾ 4ാം ക്ലാസ് വരെ ബൈരായിക്കുളം LP സ്കൂൾ എന്ന് പറഞ്ഞ ഒരു സാധാരണ LP സ്കൂളും. അതിൽ എന്തെങ്കിലും ഓർമ്മകള്, കൂടെ പഠിച്ച ആളുകൾ ഓർക്കുന്ന കൂട്ടുകാരുടെ പേരൊക്കെ? തീർച്ചയായിട്ടും നമ്മുടെ മെയിനായിട്ട് എന്റെ കൂടെ പഠിച്ചത് ഒരു ഹാരിസ് എന്ന് പറഞ്ഞൊരു ഹാരിസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനും പുള്ളിക്കാരനും എപ്പോഴും ഒരു കോമ്പറ്റീഷൻ പഠനത്തില് അന്നത്തെ കാലത്ത്, പ്രത്യേകിച്ച് LP സ്കൂളിൽ നമ്മള് ഒരു സ്ലേറ്റും പിടിച്ച് ഒരു ചെറിയ അലൂമിനിയം പെട്ടിയും പിടിച്ച് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഓർമ്മിക്കുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് അലൂമിനിയം പെട്ടി ഉണ്ടായിരുന്നു. അലൂമിനിയം പെട്ടി ഇച്ചിരി കാശൊക്കെ ആൾക്കാർ കൊണ്ടുപോകുന്നത്, ഞങ്ങൾക്കൊന്നും അങ്ങനെയൊന്നും. പിന്നെ 4ാം ക്ലാസ് എത്തിയപ്പോൾ എൻ്റെ ഒരു മാമൻ ഗൾഫിലായിരുന്നു, അന്ന് കുവൈത്തിലായിരുന്നു. പുള്ളിക്കാരൻ ഒരു ബാഗൊക്കെ കൊണ്ടെത്തുന്നുണ്ട്. ഒരു ഭയങ്കര സാഹചര്യം. എന്നിട്ട് മത്സരിക്കുമ്പോൾ ആരായിരുന്നു ഫസ്റ്റ് മേടിക്കുന്നത്? ഹാരിസ് വാങ്ങും, ചിലപ്പോൾ ഞാൻ വാങ്ങും. അത്ര അത് കഴിഞ്ഞ് BM UP സ്കൂളിൽ പോയി. UPയിലേക്ക് പുതിയാറ, കോഴിക്കോട് ടൗണിൽ തന്നെ പുതിയാറ സ്കൂളിൽ, അവിടെ 7 വരെ പഠിച്ചു. അത് കഴിഞ്ഞ് ഹൈസ്കൂളിൽ ഞാൻ 2 സ്കൂളിലായിട്ടാണ് പഠിച്ചത്. ഒന്ന് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂളിലും 9ഉം 10ഉം മർക്കസു സക്കാദപത്തി സുന്നിയ എന്ന് കാരന്തൂർ സ്കൂളിലും പഠിച്ചത്. അന്ന് വളരെ കുറഞ്ഞ കുട്ടികളാണ് ഇത്രയും ലോങ് പോയി പഠിക്കാൻ. 13-14 കിലോമീറ്റർ ബസ്സിൽ യാത്ര ചെയ്തിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. പല രക്ഷിതാക്കളും കുട്ടികൾ വളരെ ഹാർഡായിട്ട് അവരെ പ്രഷറൈസ് ചെയ്ത് പഠിപ്പിച്ച് ഡിസ്റ്റിങ്ഷന് അല്ലെങ്കിൽ ഫുൾ A+ കിട്ടിയാലേ എൻ്റെ കുട്ടിക്ക് ആകുള്ളൂ ചിന്താഗതി നിങ്ങൾ ഒഴിവാക്കണം എന്നാണ് ഞാൻ പലരോടും. അല്ല, അപ്പൊ നസാറിന്റെ വാപ്പയും ഉമ്മയൊന്നും അങ്ങനെ സാറിന് പഠിക്കണം എന്നെ വളരെ പ്രഷറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ഫാദറും മദറും. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നത് കൂടുതൽ പ്രഷറൈസ് ചെയ്ത മക്കൾ പഠിക്കത്തില്ല. 7ാം ക്ലാസ്സിൽ എന്തായാലും അധികം കൂട്ടുകാരൊന്നും ഇല്ലാന്ന് പറഞ്ഞു. 10ാം ക്ലാസ് ഒക്കെ വന്നു കഴിഞ്ഞാലും ഉണ്ടാവുമല്ലോ കൂട്ടുകാർ. 10ാം ക്ലാസ്സിൽ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഞാൻ അവരൊക്കെ മിസ് ചെയ്തു. പക്ഷെ അവരെ ഒന്നും വ്യക്തമായിട്ട് അവരെവിടെയാണെന്ന് ഇപ്പൊ യാതൊരു അറിവില്ല. അവിടെ പ്രത്യേകിച്ച് എന്നെ പഠിപ്പിച്ചൊരു ടീച്ചറുണ്ട്, ശാലിനി ടീച്ചർ. അതിൽ എന്നെ ട്യൂഷൻ ടീച്ചറാണ് എന്നെ ഏറ്റവും ഇത്. ശാലിനി ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചർ ഉണ്ടായിരുന്നു. ഞാൻ ബ്രെയിൻസ് എന്ന് പറഞ്ഞൊരു കോഴിക്കോടിൽ അന്നത്തെ 10ാം ക്ലാസ്സിലൊക്കെ വളരെ പഠിപ്പിക്കാവുന്ന ട്യൂഷൻ ക്ലാസ് ആണല്ലോ. ട്യൂഷൻ ക്ലാസ് പോയിട്ടുള്ള ശാലിനി ടീച്ചറാണ് ശരിക്കും എനിക്ക് ഒരു മോറൽ സപ്പോർട്ട്. പിന്നെ ഒരു മോഹൻദാസ് മാഷി, ഒരു രാജീവ് മാഷി, അവരെ ഞാൻ എല്ലാ സാറുമാർക്കും ടീച്ചർമാർക്കും അഭിമാനിക്കാം. ഞാൻ പഠിപ്പിച്ച ആൾ സാറ് ഇന്ന് വളരെ വലിയൊരു പൊസിഷനിലാണ് സൗദി അറേബ്യയിലെ ജുബൈലിൽ വന്നിരിക്കുന്നത്. ബ്രെയിൻസ് എന്ന് പറഞ്ഞ ട്യൂഷൻ സെന്ററിലായിരുന്നു. ഇന്ന് അതില്ല സത്യം പറയുകയാണെങ്കിൽ. പ്രവാസിയായതിനു ശേഷം 2-3 പ്രാവശ്യം പോയി നോക്കിയിട്ടുണ്ടായിരുന്നു ആ ലൊക്കേഷനിൽ നമ്മൾ പഠിച്ച സ്ഥാപനങ്ങളും കാര്യങ്ങളെല്ലാം പറ്റി. പക്ഷേ അവരൊന്നും കണ്ടിട്ടാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ഈ പ്രോഗ്രാം കണ്ടിട്ട് തീർച്ചയായിട്ടും ഒന്നുകൂടി കാണണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെയുള്ളൊരു വിഷന് അന്ന് ഡിപ്ലോമയ്ക്ക് ചേരാന്നുള്ളതായി. അതിനും നമുക്ക് അഡ്മിഷൻ കിട്ടുന്ന ഒരു സാഹചര്യം ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, തീർച്ചയായിട്ടും നമ്മളെ അടുത്ത സെക്ഷനായിട്ടുള്ള താഴെക്കിടയുള്ള ITI പഠിക്കാന്നുള്ളത്. ഇതെല്ലാം സ്വന്തം തീരുമാനമാണ്. ഗൈഡ് ചെയ്യാൻ എന്റെ മാമന്മാരൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? മാമന്മാരെ പേരൊക്കെ പറഞ്ഞു. കാരണം എന്താ അറിയോ, ഇതൊക്കെ നമ്മൾ ഒറ്റയാൻ തീരുമാനത്തിൽ വന്ന പോലെയാണ്. അല്ലല്ല, മാമന് എന്റെ ഒരു മൂത്ത മാമന് മൊയ്തീൻ കോയ തന്നെയാണ് പുള്ളിയുടെ പേര്. മൊയ്തീൻ കോയ. എന്റെ വാപ്പന്റെ പേര് തന്നെയാണ് മൊയ്തീൻ കോയ എന്നാണ്.
പുള്ളി ADM ആയിരുന്നു. റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടറാണ്. ഫാദറിന് അത്രത്തോളം നമ്മുടെ ഈ അക്കാഡമിക് ആയിട്ടുള്ള വലിയ നോളജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പുള്ളിയായിരുന്നു എന്നെ ഗൈഡ് ചെയ്തത്. ഓക്കെ. പിന്നെ ഉള്ള രണ്ടാമത്തെ ഒരു മാമന് KSRTCയിലെ ഡയറക്ടറൊക്കെ ആയിട്ടായിരുന്നു റിട്ടയർഡ് ചെയ്തത്. എല്ലാവരും നല്ല പൊസിഷനിലാണ്. രണ്ട് മാമന്മാരും നല്ല പൊസിഷനിലായിരുന്നു. പ്രത്യേകിച്ച് മൂത്ത മാമനാണ് എന്നെ കൂടുതൽ നിയന്ത്രിച്ചതും അതായിരുന്നു. അപ്പൊ നമ്മളെ ഗൈഡ് ചെയ്തതും. പിന്നെ ഫാദർ സാമ്പത്തികപരമായിട്ട് ഇങ്ങനെ സഹായിച്ച് നമ്മൾ ITI പോയി. ITIയിൽ വളരെ ഉന്നത മാർക്കോടുകൂടി പാസ്സായി. അത് വെച്ച് നമ്മൾ ഡിപ്ലോമക്ക് അപ്ലൈ ചെയ്തു. ഡിപ്ലോമ കിട്ടി. അതിലും വളരെ കൃത്യമായി നമ്മൾ പാസ്സായി. അവിടുന്ന് ഡിഗ്രിക്ക് പോകാൻ അന്ന് ഈ ലാറ്ററൽ എൻട്രി സിറ്റുവേഷനും കാര്യങ്ങളൊന്നുമില്ല. ഇന്നാണ് നമുക്ക് ഡിപ്ലോമക്കാർക്ക് സെക്കൻഡ് ഇയറിൽ ലാറ്ററൽ എൻട്രി എന്നുള്ള സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഡിപ്ലോമ കഴിഞ്ഞ അപ്പാട് തന്നെ കോഴിക്കോട് PK സ്റ്റീൽസ് ഉണ്ട്, നമ്മുടെ PK അഹമ്മദിന്റെ ചെയർമാനായിട്ടുള്ള KE മൊയ്തു, ജോയിന്റ് MDയും KE ഷാനവാസ് JMD ആയിട്ടുള്ള PK ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ എന്നെ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ആയിട്ട് വിളിക്കുകയാണ്. എത്രാമത്തെ വയസ്സിൽ? 20ാമത്തെ വയസ്സ്. 20ാമത്തെ വയസ്സിൽ നമുക്കിപ്പോൾ ഒരു ജോലി ഓക്കെ. വളരെ കുറഞ്ഞ ശമ്പളം. ആ ശമ്പളം ഒന്ന് എനിക്ക് അറിയണം, കാരണം എല്ലാവരും ഞാൻ ചോദിക്കുന്നതാണ്. ആദ്യം നമ്മൾ വായിച്ച ശമ്പളം, എന്റെ ആദ്യത്തെ ശമ്പളം 900 രൂപയാണ്. അത് അന്നത്തെ എത്ര 25 കൊല്ലം മുന്നേ. 25 കൊല്ലം മുമ്പ് 900. അന്നൊരു 3000 അത്യാവശ്യം നല്ല ശമ്പളം. അപ്പൊ പിന്നെ 3000 രൂപ 2500 രൂപ വട്ടച്ചെലവ്. നമ്മളെ വട്ടച്ചെലവ് 900 രൂപയാണ് അന്നത്തെ ശമ്പളം. ദൈവം സഹായിച്ച് അവിടെ ഒരു വർഷത്തേക്കായിരുന്നു ഞാൻ അവിടെ അപ്രന്റീസ്ഷിപ്പ് ട്രെയിൻ ആയിരുന്നു. ഞാൻ പലരോടും പറയും, നിങ്ങൾ സത്യസന്ധമായി ഹാർഡ് വർക്ക് സിൻസിയറായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് എവിടെ പോയാലും യാതൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് എനിക്ക് കിട്ടി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ കമ്പനി പെർമനന്റ് സ്റ്റാഫാക്കി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് 8 വർഷം വർക്ക് ചെയ്തു. ടോട്ടലി അവിടെ നാട്ടിൽ തന്നെ PK ഗ്രൂപ്പിൽ വർക്ക് ചെയ്തു 8 വർഷം. അവിടെ പിന്നെ QC മാനേജറായി, അവിടുത്തെ മാനേജ്മെന്റിന്റെ റെപ്രസെന്റേറ്റീവായി മാറി. അവിടുന്ന് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ അവിടുന്ന് ഒരു പ്രവാസി ജീവിതത്തിലേക്ക് മാറുമ്പോൾ തീർച്ചയായിട്ടും വളരെ ഒരു മിസ്സിംഗ് ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് 8 വർഷത്തോളം നമ്മൾ അവിടെ നിന്നിട്ട് പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകാനൊന്ന് ആഗ്രഹം ഉണ്ടാകും? അതിന് സത്യം പറയുകയാണെങ്കിൽ PK സ്റ്റീൽ വളരെ നാട്ടിലെ ഏറ്റവും നല്ല കമ്പനി എന്ന് പറയാൻ പറ്റും. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. അതിന് നല്ല കമ്പനികൾ ഉണ്ടാകാം, പക്ഷെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് PK സ്റ്റീൽ വളരെ നാട്ടിലെ അന്നും ഇന്നും ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പനിയാണ്. ഒരാളെ പേര് പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 7 വർഷം PK സ്റ്റീൽ വർക്ക് ചെയ്തു എന്നുള്ളത്. ഓക്കെ. അവിടെ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത്, അതാരാണ് സൂരജ് എന്ന് പറഞ്ഞിട്ടുള്ള സൂരജിനെ ഒരു കാരണവശാലും മറക്കാൻ പറ്റത്തില്ല. എന്നും നമ്മൾ കോണ്ടാക്ട് ഉള്ള എന്റെ വീട്ടിൽ എവിടെയുള്ള ആളാണ്? കോഴിക്കോടുള്ളതാണ്. കോഴിക്കോട് തൊണ്ടയാടുള്ള ആളാണ്. അതെ. ഞങ്ങൾ വളരെ ഫാമിലി ഫ്രണ്ട്സ് ആണ്. പുള്ളിയുടെ ജ്യേഷ്ഠന്, പുള്ളിയുടെ ജ്യേഷ്ഠത്തി എല്ലാവരായിട്ടും നമ്മൾ. കോഴിക്കോടിനെ കുറിച്ച് പറയാമെങ്കിൽ ഞാനൊക്കെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണല്ലോ. ആർട്ടിസ്റ്റുകളെ ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു നാട്. തീർച്ചയായിട്ടും. നമ്മളൊക്കെ പല പല രാജ്യങ്ങളിലും അല്ല പല പല സ്ഥലങ്ങളിലും പോയി പ്രോഗ്രാം ചെയ്യുമെങ്കിലും അവിടെ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹം പ്രത്യേകത. ആർട്ടിസ്റ്റ് എന്നല്ല, നമുക്ക് ആര് വന്നാലും നമ്മളെ ഒരു ആതിഥ്യ മര്യാദ ഭയങ്കരമാണ്. ദീനി വിശ്വാസിയാണ്. തീർച്ചയായിട്ടും. അത് കാണുമ്പോൾ അറിയാം. തീർച്ചയായും വീട് വന്ന് കണ്ടപ്പോഴാണ് അറിയാം. അത് കൊച്ചുനാൾ മുതൽ ജനിച്ച നാട് മുതൽ വീട് മുതൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ വളർന്നു. 5 നേരം നിസ്കരിക്കുകയും തടസ്സങ്ങളിലെല്ലാം മുടക്കാതിരിക്കുന്ന ആളുകളാണ്. ദൈവത്തിന്റെ സഹായം ഇല്ലാതെ നമുക്ക് ഈ ലെവലിലേക്ക് എത്താൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾക്ക് വരെ പുരോഗതി ഉടൻ വരെ സാറിന്റെ ഈ ഒരു പൊസിഷൻ വരെ. അവിടുന്നാണ് നമ്മൾ ഇപ്പോൾ എൻ്റെ ഉപ്പാക്ക് വന്ന ഒരു ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും വന്നു. അപ്പം നമ്മളെ അന്നുണ്ടായ നമ്മുടെ എല്ലാ ഇൻകമും അല്ലെങ്കിൽ നമ്മുടെ അസറ്റ്സുകളും നമ്മൾക്ക് അന്ന് ഏകദേശം 20 കൊല്ലം മുന്നേ ഫാദറിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാണ്. ഇത് അന്ന് വളരെ അപൂർവമാണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. അന്ന് നമ്മൾ 1,25,000 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അന്ന് ഇന്നും അതേ 1,25,000 രൂപ തന്നെയാണ് ആൻജിയോപ്ലാസ്റ്റിക് ഉള്ളത് എന്നുള്ളതാണ് അതിലുള്ള ഏറ്റവും 20 വർഷങ്ങൾക്ക് ശേഷം ഇന്നും അതേ പ്രൈസ് തന്നെയാണ്. പക്ഷെ കാലഘട്ടം അനുസരിച്ച് അതിന്റെ പ്രൈസ് കുറഞ്ഞെന്ന് പറയാൻ വേണമെങ്കിൽ. എന്തുകൊണ്ടാണ് സൗദി അറേബ്യ തന്നെ ചൂസ് ചെയ്യാനുള്ള? അല്ല, ഞാൻ ആദ്യം സൗദി അല്ലായിരുന്നു ചൂസ് ചെയ്തത്. ഞാൻ ഒമാനിലായിരുന്നു പോയത്. ഒമാൻ. എനിക്കും എൻ്റെ ഫാമിലിക്കും ഏറ്റവും വലിയ കടപ്പാട് പറയേണ്ടത് അബ്ദുറഹിമാൻ എന്ന് പറഞ്ഞൊരു നമ്മുടെ ഒരു അയൽവാസിയുണ്ട്. പുള്ളിയാണ് എന്നെ റെഫർ ചെയ്യുന്നത് ഗൾഫാറിലേക്ക്, ഗൾഫാർ എഞ്ചിനീയറിംഗ് കമ്പനിയിലേക്ക്. തീർച്ചയായിട്ടും അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി പറയാം. സാറിന്റെ നന്ദിയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഗൾഫാറിലേക്ക് പോകുന്നത്.
പണ്ട് ഗൾഫിൽ പോവാണെങ്കിൽ ഞാൻ സൗദി പോകണം എന്നുള്ളൊരു തിങ്കിങ് ഉണ്ട്. അതെന്താണെന്ന് അത് എന്താ പറയുക, എനിക്ക് സൗദി എന്ന് പറഞ്ഞാൽ സാറിന്റെയും നമ്മുടെ പുണ്യ ഭൂമിയാണ്. അത് ഒന്ന് ഉംറക്ക് പോകാം, ഹജ്ജിന് പോകാം എന്നുള്ള ഒരു പ്ലാന് മനസ്സിലുള്ളതിനെ കൊണ്ടായിരിക്കാം അന്ന് അങ്ങനെ സൗദി തോന്നി. അപ്പൊ സൗദിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അങ്ങനെയാണ് ഞാൻ അവിടുന്ന് ഇവിടത്തേക്ക് വരുന്നത്, ദമാമിലേക്ക് വരുന്നത്. ദമാമിലെ AFI എന്ന് പറഞ്ഞ കമ്പനിയിൽ അവിടെ ജോലി ചെയ്തു. അവിടുന്ന് ജോലി ചെയ്ത് കൊടുക്കുമ്പോഴാണ് അങ്ങനെയാണ് ഗ്ലോബൽ സോഴ്സിലേക്ക് വന്നത്. ഗ്ലോബൽ സോഴ്സിൽ വന്ന് 14 വർഷമായി. ഇപ്പൊ ഈ കമ്പനിയിൽ നിന്ന് ഇനിയിപ്പം വേറെ എങ്ങോട്ടേക്കും പോകാനുള്ള സാഹചര്യം ഇല്ല, പോകത്തുമില്ല എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇവിടെ വന്ന് ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം നാട്ടിൽ പോയിട്ട് എപ്പോഴായിരുന്നു കല്യാണം? നാട്ടിൽ PKST വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കല്യാണം കഴിഞ്ഞു. ആ സമയത്ത് കല്യാണം കഴിഞ്ഞല്ലേ? അപ്പൊ എന്റെ ഫാദറിന് രണ്ടാമത്തെ എൻജിയോപ്ലാസ്റ്റി വന്നതോടുകൂടി അവർക്ക് എങ്ങനെയായാലും പെട്ടെന്ന് കല്യാണം നടത്തണം എന്നുള്ള ഒരു ആഗ്രഹം സ്വാഭാവികമാണല്ലോ, ഏതൊരു മാതാപിതാക്കളും. അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് കല്യാണം നടത്താം എന്നുള്ള ലെവലിൽ കല്യാണം കഴിച്ചു. ഭാര്യയുടെ പേര് ജസ്ന എന്നാണ്. ജസ്ന. ഓക്കെ. എവിടെ? കോഴിക്കോട് കുറ്റിച്ചിറ ഇടിയാങ്കര എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. ഇടിയാങ്കര. എങ്ങനെയാണ് കല്യാണം? ആലോചനയിലൂടെ വന്നാണോ? അറേഞ്ച്ഡ് മാരേജ്. നോർമൽ അറേഞ്ച്ഡ് മാരേജ്. വിദ്യാഭ്യാസം എന്താണ്? വൈഫ് BSc കെമിസ്ട്രിയാണ് ഫറൂഖ് കോളേജിൽ നിന്ന് കഴിഞ്ഞത്. മാരേജ് ചെയ്യുന്ന സമയത്ത് ഫറൂഖ് കോളേജിൽ പഠിക്കുകയായിരുന്നു BScക്ക്. അത് കഴിഞ്ഞ് പിന്നെ B.Ed കഴിഞ്ഞു. മക്കള് എത്ര പേരുണ്ട്? എനിക്ക് 4 പേരാണ്. മക്കളുടെ പേരുകൾ? 2 ആണ് 2 പെണ്ണ്. മൂത്ത ആള് ഷെസ ഫാത്തിമ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആള് സിഷാൻ മുഹമ്മദ്, അവന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൂന്നാമത്തെ ആള് ആയിഷ അസ്ര 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 4ാമത്തെ ആള് വളരെ ചെറുതാണ്, 2 വയസ്സാവുന്നുള്ളൂ, സാലിഹ് മുഹമ്മദ് എന്നാണ് അവന്റെ പേര്. ഈ 4 പേരാണ്. അൽഹംദുലില്ലാ വളരെ സുഖമായിട്ട് പോകുന്നു. ഒമാനിൽ വന്നതിന് ശേഷം ഒരു ഗൾഫുകാരനായിട്ട് നാട്ടിലേക്ക് ഒരു തിരിച്ചു പോണ ഒരു സീൻ ഉണ്ടല്ലോ, ലീവിന്, അതെങ്ങനെയായിരുന്നു? വിവരണാതീതമാണെന്ന് പറയാം. അതാണ് വിവരിക്കേണ്ടത്. അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഫസ്റ്റ് ആയിട്ട് ഒമാനിലേക്ക് പോകുന്ന സമയത്താണ് വൈഫ് പ്രഗ്നന്റ് ആണ്. ഓക്കെ. ഞാൻ നാട്ടില് ഗൾഫിൽ ഉണ്ടാവുന്ന സമയത്താണ് എനിക്ക് കുഞ്ഞിരിക്കുന്നത്. പോണതിന്റെ തലേന്ന് ഒമാനിലെ ലുലു പോയി സാധനങ്ങൾ പാക്ക് ചെയ്തു, മൊത്തം വാങ്ങിക്കൂട്ടി നാട്ടിലേക്ക് പോയി. നാട്ടിൽ പോയപ്പോ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വളരെ അനുഭൂതിയാണ്. പക്ഷേ കുഞ്ഞധികം വരുന്നില്ല നമ്മുടെ അടുത്തേക്ക്. പരിചയം. അപ്പൊ കുഞ്ഞിന് എത്ര വയസ്സായിട്ടുണ്ട്? ഒരു വയസ്സ് കഴിഞ്ഞു. 1 വയസ്സായിട്ടുള്ള. അപ്പോഴാണ് വാപ്പാനെ കാണാതെ. അത് തന്നെയൊക്കെയാണ് ഏറ്റവും വലിയൊരു സങ്കടം. 1 വയസ്സായി. പിന്നെ അൽഹംദുലില്ലാ വളരെ സന്തോഷമായിട്ട് അവിടുന്നാണ് പിന്നെ ഞാൻ സൗദിയിലേക്ക് വരുന്നത്. സൗദിയിലേക്ക് വരുന്നതോടുകൂടി നമ്മുടെ ജീവിത രീതിയും ജീവിതത്തിന്റെ മാറ്റവും ഒമാനിലും വളരെ സന്തോഷമായിരുന്നു. പക്ഷേ അതിനും കാട്ടിയും നല്ല രീതിയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ ലെവലിലേക്ക് നമ്മൾ. അല്ല, അപ്പൊ അതിനുശേഷം ഇങ്ങോട്ട് പോന്നപ്പോൾ വൈഫിനെയും മക്കളൊക്കെ കൊണ്ടുപോകുന്നില്ലേ? ചില സാഹചര്യങ്ങളുടെ അന്നത്തെ വിസ റെസ്ട്രിക്ഷനും കാര്യങ്ങളെല്ലാം കൂടി ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റിയില്ല. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. 1.5 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഈ ഗ്ലോബൽ സോഴ്സിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഫാമിലിനെ കൊണ്ടുവരുന്നത്. പിന്നെ എല്ലാവരും ഇവിടെ തന്നെ ഇത്തിരി ഒരു വിരഹവേദന ഉണ്ടെങ്കിൽ 10 വർഷമായി 10 വർഷമായിട്ട് ഫാമിലി. സന്തോഷം. നമ്മൾ ആദ്യമായിട്ട് സർ വാങ്ങിച്ച വണ്ടി ഏതാണ്? PKSTയിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് TVS Victor ആയിരുന്നു എന്റെ ആദ്യത്തെ വാഹനം. അതെന്നെ കുറെ കാലം ഉപയോഗിച്ചു. അത് വിൽക്കാൻ എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു, വെച്ചാൽ അത്രയും കണ്ടീഷൻ വാങ്ങി. ആദ്യം പിന്നെ ഞാൻ പ്രവാസിയായതിനു ശേഷം ഫാദറിന് അത് കൊടുത്തു. ഞാൻ നമുക്ക് വാഹനം വേണ്ടല്ലോ, നമ്മള് പിന്നെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് കാറൊന്നും അന്ന് വാങ്ങിച്ചിട്ടില്ല. ഫാദറിന് അത് മാറ്റിയിട്ട് പിന്നെ ഹീറോണ്ടന്റെ അന്നത്തെ ഓരോ സ്പ്ലെൻഡറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഇന്നിപ്പം എന്താ സുസുക്കിയുടെ ഒരു വണ്ടി ഉണ്ട് ഫാദറിന്. വീട്ടിലൊരു ചെറിയ കാറും ഉണ്ട്. ഇവിടെ സാറിന് ഇപ്പൊ നിലവിൽ ഓടിക്കുന്ന വാഹനം? ഇവിടെ ഇപ്പൊ ലാൻഡ് ക്രൂയിസറാണ് ഓടിക്കുന്നത്. കമ്പനി വണ്ടിയാണ്. ഏകദേശം 14 വർഷമായിട്ട് ഈ സ്ഥാപനത്തിന് നിൽക്കുന്നുണ്ട്. അത് ആ കമ്പനി നമ്മളോട് വളരെ ആത്മാർത്ഥത കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും. എല്ലാവർക്കും ചെയ്ത്. ഇപ്പൊ ഞാൻ ഇതിന്റെ പൊസിഷനിൽ വരുന്നതിന് മുന്നേ ഇതിന്റെ പ്രീവിയസ് മാനേജ്മെന്റ് ആൾക്കാരുണ്ടായിരുന്നു, അവരെ കീഴിലായിരുന്നു ഞാൻ. അവരും നല്ല രീതിയിലായിരുന്നു കമ്പനി കൊണ്ടുവരുന്നത്. ഇപ്പം കോവിഡ് കണ്ടീഷന് ശേഷമാണ് ഞാൻ ഇതിന്റെ തലപ്പത്തെത്തുന്നത്. ഏകദേശം 5 വർഷത്തിനടുത്തായി ഇതിന്റെ തലപ്പത്തെത്തുന്നത്. ഇപ്പം കമ്പനിയും നമുക്ക് വളരെയധികം സപ്പോർട്ടീവാണ്. അതിന്റെ ഓണർ വളരെയധികം സപ്പോർട്ടീവാണ്. അപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി 2 വർഷം മുന്നാണ് എൻ്റെതായുള്ളൊരു നമ്മുടെ ഒരു സ്വപ്നത്തിൽ ഒരു ചെറിയൊരു ഭവനം ഉണ്ടാക്കിയത്. നാട്ടിലാണ്? കോഴിക്കോട് മാത്തോട്ടം തന്നെ. വൈഫ് എങ്ങനെയാണ് സാറിന് ഈ വർക്കുകളിലൊക്കെ സഹായിക്കാറുണ്ടോ, അല്ലെങ്കിൽ ഉപദേശങ്ങൾ തരാറുണ്ടോ? നമുക്ക് കൂടുതൽ ആഗ്രഹങ്ങൾ പറയാറുണ്ടോ? അതോ ഉള്ളത് കൊണ്ട് നമുക്ക് തൃപ്തിയായിട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് പോകാം? അല്ലെങ്കിൽ അങ്ങനെ എന്താണ് എൻ്റെ ജീവിതത്തിലെ
ഒരു വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ വൈഫാണ് സത്യം പറയുകയാണെങ്കിൽ. നമുക്കുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത്. അങ്ങനെ ഒരു ഭാര്യയെ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ മനസ്സമാധാനം. തീർച്ചയായിട്ടും അത് ജീവിതത്തിൽ ഒരു വലിയൊരു ഭാര്യമാരുണ്ടല്ലേ, എത്ര കിട്ടിയാലും ഇതെന്താണത്, അങ്ങനെ ഒരു ഇന്നും എനിക്ക് ഇന്നത് വേണമെന്ന് പറഞ്ഞിട്ടില്ല, നിർബന്ധിക്കാൻ പറ്റില്ല. ഞാൻ തന്നെ ചില സമയത്ത് പറയും നീ അത് വാങ്ങിച്ചോ ഇത് വാങ്ങിച്ചോ. ഓക്കെ, പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹം പറയാറില്ല. അപ്പോൾ വളരെ സന്തോഷകരമായിട്ട് പോകുന്നു. പിന്നെ ഇപ്പോൾ പുള്ളിക്കാരത്തിയാണെങ്കിൽ കുറച്ച് ദീനി ചിട്ടകളായിട്ട് പോകുന്നതാണ്. അപ്പോൾ ഖുർആൻ പഠിപ്പിക്കുകയാണ് പല ഓൺലൈനായിട്ട് പല രാജ്യക്കാർക്കും പല ഇന്ത്യക്കാർക്കും മറ്റവർക്കൊക്കെ ആയിട്ട് പല മലയാളികൾക്കും മറ്റ് സ്റ്റേറ്റിലുള്ള ആളുകൾക്കൊക്കെ ഖുർആൻ പഠിപ്പിക്കുകയാണ് ഓൺലൈനായിട്ട് വീട്ടിൽ നിന്ന്. അതൊരു പൈസ ഒന്നും വെച്ചിട്ടല്ല, നമ്മൾ ഫ്രീ ആയിട്ട്. അത് തന്നെ ഏറ്റവും വലിയൊരു ഇതല്ല. അപ്പൊ അതിന്റെ ഒക്കെ അനുഗ്രഹമായിരിക്കാം എല്ലാം പടച്ചോന്റെ അനുഗ്രഹങ്ങളായിരിക്കാം നമുക്ക് ഇങ്ങനെ. നമ്മള് ഞാൻ പല ഇന്റർവ്യൂ ചെയ്ത ആളുകളും പറയുന്നത് നല്ല മനസ്സുള്ളവർക്ക് സൗദിയിൽ തീർച്ചയായിട്ടും അത് ഇതൊരു മനസ്സുള്ള ആൾക്കാർ ഇവിടെ ഒന്ന് രക്ഷപ്പെട്ട് പോയിട്ട് ഇതൊരു പ്രത്യേക ഒരു പുണ്യ സ്ഥലം കൂടിയാണ്. അപ്പൊ ഇവിടുത്തെ ഒരു പൈസക്ക് ഒരു പ്രത്യേക ഒരു പുണ്യുണ്ട്. നമ്മൾ മക്കളെ കുറിച്ചൊക്കെ ഉള്ള എന്താണ് ഇനി ഫ്യൂച്ചർ വിഷൻ? മക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ മകള് ഇപ്പൊ 9ാം ക്ലാസ്സിലാണ്. എല്ലാ പേരൻസിനോടും എനിക്ക് നമുക്കൊക്കെ ഒരു വിഷൻ ഉണ്ട്, മക്കളെ ഇന്ന ലെവലിലേക്ക് എത്തണം. തീർച്ചയായിട്ടും ഞാനും പറയാറുണ്ട് മക്കളോട്. പക്ഷേ അവര് എന്താണ് ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് വിടുക എന്നുള്ളത് മക്കളുടെ ആഗ്രഹമാണ്. നമുക്ക് അവര് പ്രത്യേകിച്ച് മകള് എഞ്ചിനീയറിങ്, ഡോക്ടർ അങ്ങനത്തെ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല പുള്ളിക്കാരത്തി. നോ പ്രോബ്ലം, നിനക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏതാണോ ലിറ്ററേച്ചർ ലെവലിലേക്ക് പോകാനാണ് പുള്ളിക്കാരത്തിക്ക് മതി. അപ്പൊ അതിനനുസരിച്ച് അതിന് പ്രിപ്പയർ ചെയ്തോളം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കുന്നു. നമുക്ക് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ ഇനി സാറിന്റെ ഫ്യൂച്ചർ വിഷൻ എന്താണ്? ഇനി ഇത് തന്നെ ഇങ്ങനെ തന്നെയാണോ, അത് ഇനി കുറച്ചും കൂടി ടോപ്പിലേക്ക് ചിന്തിക്കുന്നുണ്ടോ? നമ്മള് ഇപ്പോ ബേസിക്കലി ഈ കമ്പനിനെ ഒരു ഫ്ലാഗ്ഷിപ്പ് കമ്പനിയായിട്ട് നമ്മുടെ സൗദി അറേബ്യയിൽ ഒരു അറിയപ്പെടുന്ന നമ്പർ 1 കമ്പനിയിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുള്ള പ്ലാനിങ് ആയിട്ട് നടക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഈ മാർച്ച് ഏപ്രിലോട് കൂടി അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് സൗദി ഗവൺമെൻറ് വളരെയധികം സപ്പോർട്ടുണ്ട്. റോയൽ കമ്മീഷൻ ഏരിയയിൽ 25,000 സ്ക്വയർ മീറ്റർ ലാൻഡ് നമുക്ക് തന്നു അവര്. അവിടെയാണ് നമ്മളെ ഹെഡ് ഓഫീസും നമ്മുടെ ഒരു ഷോപ്പും എടുക്കാനുള്ള പ്ലാനിങ് നടക്കുന്നത്. അതുകൂടാതെ ബലദിയ ഏരിയയിൽ ഒരു 35,000 സ്ക്വയർ മീറ്റർ ലാൻഡ് വേറെയും തന്നു. അപ്പോൾ ഈ 2 ലാൻഡും വെച്ച് നമ്മൾ കൂടുതൽ എക്സ്പാൻഷൻ ചെയ്യാണ് ബിസിനസ്. കൂടാതെ നമ്മൾ സ്കഫോൾഡിങ്, ഈ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിയോടുള്ള സപ്പോർട്ടിങ് ഡിവിഷൻസ് ആയിട്ടുള്ള സ്കഫോൾഡിങ്, ഇൻസുലേഷൻ, റിഫ്രാക്ടറി എന്നുള്ള ഡിവിഷൻസൊക്കെ ഈ 2024 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതിനുള്ള റിക്രൂട്ട്മെന്റ് തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ തന്നെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഞങ്ങൾക്ക് അതിനൊരു വിഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ 2022 ടേൺ ഓവറിൻ്റെ 22 ടേൺ ഓവറിൻ്റെ ഒരു 2 ടൈംസ് നമ്മൾ 23 നമ്മൾ ടേൺ ഓവർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. 2024 അതിലും കൂടുതൽ നമ്മൾ ചെയ്യണം എന്നുള്ളൊരു പ്ലാനിൽ നിൽക്കുകയാണ്. വളരെ നല്ല രീതിയിലുള്ള കസ്റ്റമർ സപ്പോർട്ടും അതിൽ നമുക്ക് ഏറ്റവും പറയാനുള്ളത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ എല്ലാ ഡിവിഷനിലെ മാനേജേഴ്സും അവരെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫുകൾ, എൻജിനീയേഴ്സും സൂപ്പർവൈസേഴ്സും ഫോർമാനും ഈവൻ ലേബർ വരെയുള്ള ആളുകൾ ഉള്ള ഡെഡിക്കേഷനും വർക്കിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് അവരോടാണ് നന്ദി പറയേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ ഹെഡായി നിൽക്കുമ്പോഴും അവരുടെ എഫേർട്ടാണല്ലോ ഇതിൻ്റെ അൾട്ടിമേറ്റ്ലി റിസൾട്ട് വരുന്നത്. തീർച്ചയായിട്ടും ഒരു ടീം വർക്കാണ് ഇതിൽ, അല്ലാതെ ആഷിക്കിനെ കൊണ്ട് മാത്രമേ നടക്കുന്നതല്ല. ഇപ്പോൾ നമുക്ക് ഈ 2-3 മാസം വളരെ പീക്ക് സമയമാണ്. പ്രൊജക്റ്റുകൾ ഒരുപാടുള്ള ഇനി ഒരു 10-400 ആളുകളെ നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്കൊരു 1,300 ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ നമ്മുടെ ഓൺ സ്റ്റാഫ് തന്നെയായിട്ട് ഒരു 1,600-1,700 ആൾക്കാരാക്കണം എന്നുള്ളതാണ് 2025 ആകുമ്പോഴേക്കുള്ള വിഷൻ. അതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ സഹായിച്ച് അതുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഉണ്ടാകും, ദൈവകൃപ തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ സാറ് ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഗ്ലോബൽ സോഴ്സ് ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. തീർച്ചയായിട്ടും എനിക്ക് അതിൽ നമ്മുടെ ചെയർമാൻ ഉണ്ട്, നിദാൽ അൽ-അബീദിയാണ് ഇതിൻ്റെ ഓണർ. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയണം. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ട്രമൻഡസ് സപ്പോർട്ട്, പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് മറ്റുള്ള കമ്പനികളിലെ എംപ്ലോയീസൊക്കെ സ്ട്രഗിൾ ചെയ്യായിരുന്നു, സാലറി കിട്ടാതെയും
പക്ഷെ പുള്ളിയുടെ സ്വന്തം കീശയെന്ന് കാശെടുത്തിട്ട് ആളുകൾക്ക് ശമ്പളം കൊടുത്തു എന്നുള്ളതാണ്. അതിന് പുള്ളിയോട് പ്രത്യേകം നന്ദി പറയണം. നമ്മുടെ വിഷൻ അനുസരിച്ചിട്ടാണ് പുള്ളി മൂവ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അതിന് പ്രത്യേകം നന്ദി. അപ്പോൾ ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ എല്ലാവിധ ആശംസകളും ഗ്രൂപ്പിന്. താങ്ക് യു. എല്ലാ പ്രേക്ഷകർക്കും എല്ലാവിധ നന്ദിയും ആശംസ. അപ്പോൾ ഇത്രയും നേരം സാറിൻ്റെ ഈ അനുഭവങ്ങൾ പ്രേക്ഷകരോട് പങ്കുവച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അസ്സലാമു അലൈക്കും. നമസ്കാരം. വഅലൈക്കും അസ്സലാം.